കോൺഫിഡൻസ് ഗ്രൂപ്പ് MD ജോസഫ് സാറ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരു കോടീശ്വരൻ്റെയും ലാലേട്ടൻ്റെ ആയാലും ഒരു കോടീശ്വരൻ്റെയും 10 പൈസ ഞങ്ങൾ ഇവിടേക്ക് വാങ്ങിച്ചിട്ടില്ല, ആരും തന്നിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു ബാങ്ക് ലോണും ഇല്ലാണ്ട് ഈ സീറോ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ ഇത്രയും അധികം കോടികളുടെ ഫ്ലാറ്റുകൾ പണിയുന്നു, സ്ഥലം വാങ്ങിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ജോസഫ് സാറ് പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്. അത് സത്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 200 കോടി രൂപയുടെ ബിസിനസ് നടത്താമെന്ന് അദ്ദേഹം പറയണത്. അതാണ് റോയ് സാറുടെ ശരിക്കും പറഞ്ഞാൽ മൂലധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊളാബറേഷൻ, അത് റിയൽ എസ്റ്റേറ്റിൽ എല്ലാവരും നടത്താറുള്ളതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 50 സെൻറ്റിൽ മേലെയുള്ള സ്ഥലത്താണ് ഇവർ ഫ്ലാറ്റുകൾ പണിയുള്ളൂ. ഈ 50 സെൻറ്റിൽ മേലെയുള്ള സ്ഥലത്ത് ആ 50 സെൻറ്റ് വിൽക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന പല സ്ഥലത്തെ ലാൻഡ് ഉടമസ്ഥരുണ്ടാവും. അവരെ കണ്ടെത്തി അവിടെ അവരായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ച് അവിടെ ഒരു ഫ്ലാറ്റ് പണിയാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ എന്താണ്, ആ മുതലാളിക്ക് വേണമെങ്കിൽ 1, 2, 3 ആ സ്ഥലത്തിൻ്റെ ഓണർക്ക് 2, 3, 4 ഫ്ലാറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റൊക്കെ വിറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോൾ മാത്രം മറ്റുള്ള കാര്യങ്ങളും ഡീലിങ്സും എഗ്രിമെൻ്റൊക്കെ നടക്കും. അപ്പോൾ ആ 50 സെൻറ്റിൽ ഒരു 100 ഫ്ലാറ്റ് പണിതാൽ ആ 100 ഫ്ലാറ്റ് ഒരു കോടി രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വിറ്റാൽ എത്ര കോടി രൂപ കിട്ടി? അതാണ് 20 ലക്ഷം രൂപ കൊണ്ട് 200 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന റോയ് സാർ. അതോടെയാണ് അദ്ദേഹത്തിൻ്റെ തല കിടക്കുന്നത്. ഒരു ലാൻഡ് പോലും അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിക്കില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഫ്ലാറ്റ് പണിത് അവിടെ ഡെവലപ്പായി അവിടേക്ക് ആൾക്കാരെ പിന്നെ സോഷ്യൽ മീഡിയ കൂടിയും ഇതുപോലെ ബിഗ് ബോസ് ഷോ കൂടിയും അങ്ങനെ അങ്ങോട്ട് പരസ്യത്തിൽ കൂടിയൊക്കെ പത്രങ്ങളിലുള്ള പരസ്യത്തിൽ കൂടിയൊക്കെ ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു, ചടുപ്പിടുന്നതിന് വിറ്റ് പോകണം. അതും നല്ല ക്വാളിറ്റി ഫ്ലാറ്റുകളാണ് പണിയുന്നത്. മറ്റുള്ള ബിൽഡേഴ്സൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലൊന്നും ചിലപ്പോൾ പണിതൊന്നും വരില്ല. അതുപോലെ തന്നെ പൈസയും അവർ കൂടുതൽ വാങ്ങിക്കും. അവർ വാങ്ങിക്കുന്നതിലും 20% ഫ്ലാറ്റിന് വില കുറച്ച് അത് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് മൂപ്പര് ഇത് വർക്ക്. ഒരാൾക്ക് പോലും കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റ് വാങ്ങിച്ച ഒരു കസ്റ്റമേഴ്സിന് ഇന്നവരെ ഒരു പരാതിയില്ല. അതിൻ്റെ കാരണം എന്താണ്? എല്ലാം കറ തീർന്നിട്ടുള്ള ബിസിനസ്സാണ് മൂപ്പര്. ഒരാളിൽ പരാതി വരരുതെന്ന് വിചാരിച്ചിട്ടുള്ള ബിസിനസ്സാണ്. അതാണ് ഈ ബിസിനസ് സാമ്രാജ്യം ഇത്രയധികം വളരാൻ സാധിച്ചത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്തായി മാറും എന്ന് നമുക്ക്